സെപ്റ്റംബർ 25 ബുധനാഴ്ച. ലൂക്ക 9:1-6 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു അമേരിക്കൻ വിനോദസഞ്ചാരി പ്രശസ്തനായ ഒരു സൂഫി ഗുരുവിനെ കാണാൻ പോയി. അവൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ ആശ്ചര്യപ്പെട്ടു. അത് തികച്ചും ശൂന്യമായ ഒരു മുറിയായിരുന്നു. ഗുരു അവിടെ ഇരിക്കുന്നു. ഫർണിച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫർണിച്ചറുകളില്ലാത്ത ഒരു ലിവിങ് സ്പേസ് സങ്കല്പിക്കാൻ അമേരിക്കക്കാരന് കഴിഞ്ഞില്ല. അദ്ദേഹം ഉടനെ ചോദിച്ചു, ഗുരു, താങ്കളുടെ ഫർണിച്ചറുകൾ എവിടെ? വയോധികനായ സൂഫി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടേത് എവിടെയാണ്? ടൂറിസ്റ്റ് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ടൂറിസ്റ്റാണ്. എനിക്ക് എൻ്റെ ഫർണിച്ചറുകൾ ചുമന്നുകൊണ്ട് പോകാൻ വയ്യ. അപ്പോൾ സൂഫി ഗുരു പറഞ്ഞു, ഞാനും കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ടൂറിസ്റ്റാണ് ഈ ഭൂമിയിൽ. കുറേ കഴിയുമ്പോൾ നിങ്ങൾ പോകുന്നത് പോലെ ഞാനും പോകും. ഈ ലോകം വെറുമൊരു തീർത്ഥാടനം മാത്രമാണ്. വലിയ പ്രാധാന്യമുള്ളതാണ്, പക്ഷേ സ്വന്തമാകാനുള്ള ഒരു സ്ഥലമല്ല. അതിൻ്റെ ഭാഗഭാക്കാകാൻ നമുക്ക് സാധിക്കില്ല. ഇന്ന് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് വളരെ പ്രത്യേകമായ ഒരു ദാനം നൽകുന്നു. അവർക്ക് സകല പിശാചുകളുടെ മേൽ ശക്തിയും അധികാരവും രോഗങ്ങൾ ഭേദമാക്കാനുള്ള പ്രാപ്തിയും നൽകുന്നു. പിന്നെ അവൻ അവരെ ദൈവരാജ്യം പ്രഘോഷിക്കാനായി അയക്കുന്നു. മിഷനറിമാർ അവരുടെ ദൗത്യത്തെക്കാൾ അവരുടെ ലഗേജുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു അപകടമുണ്ട്. ദൗത്യം രണ്ടാം സ്ഥാനത്താകും. ഒരു ദൗത്യത്തിനായി പുറത്തു പോകുന്നത് അടിസ്ഥാനപരമായി നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകലാണ്. ഭാരമേറിയ ബാഗേജുകൾ നിർബന്ധമായും ഒരു ഭാരം തന്നെയാണ്. അതിനാൽ ലൈറ്റായിട്ട് വളരെ ചുരുക്കം സാധനങ്ങളുമായി സഞ്ചരിക്കുക വളരെ പ്രധാനമാണ്. നിങ്ങളുടെ യാത്രയ്ക്ക് ഒന്നും എടുക്കരുത് എന്നാണ് കർത്താവ് പറയുന്നത്. ഇത് ലളിതമായ ഒരു ജീവിതത്തിനുള്ള വ്യക്തമായ ആഹ്വാനമാണ്. ഇന്ന് നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അങ്ങനെയെങ്കിൽ യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് നൽകിയ അതേ ഉപദേശം ഇന്ന് നമുക്ക് നൽകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രം എടുത്ത് വേറെ ടോയ്ലറ്ററികളോ മറ്റു ചേഞ്ച് ചെയ്യാനുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ പണമോ ഒന്നുമില്ലാതെ യാത്ര ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉപേക്ഷിക്കാനാണ് തീരുമാനിക്കുന്നത്? ശരിക്കും എനിക്ക് ആവശ്യമില്ലാത്തത് എന്തെല്ലാമാണ്? അത് ചെറുതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതോ ആകാം. എന്ത് ഉപേക്ഷിക്കണമെന്നുള്ള തീരുമാനിക്കുവാനുള്ള ജ്ഞാനം നമുക്ക് നൽകാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഇത് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ അവസാനം നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യവും ഭാരം കുറഞ്ഞതുമായ അനുഭവം ഉണ്ടാകും. ലഘുവായ യാത്രയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.